ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൃശ്ചികം 1-ാം തീയതി ഒരു വ്ലോഗാണ്. ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ്. അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ശക്തികുളങ്ങരയിലേക്കാണ്. അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ശക്തികുളങ്ങരയിലോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ 2 വീലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ശക്തികുളങ്ങര അമ്പലം. ഇപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടേ അമ്പലത്തിൽ നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് വെളിയിലിറങ്ങി. വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ടേ ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ കയറിയ സമയത്ത് വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആദുവിനെ സ്കൂളിൽ വിടാൻ സമയം. അങ്ങനെ ആദുവിനെ റെഡിയാക്കി കിറ്റും എല്ലാം പാക്ക് ചെയ്ത് അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണേ. അങ്ങനെ ആദുവിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് പൂജാമുറി ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. തലേന്നാണ് സാധാരണ ക്ലീൻ ചെയ്യുന്നത്, പക്ഷേ തലേന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 1-ാം തീയതി അന്നാണ് ക്ലീനാക്കിയത്. അകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ച് ആദ്യമേ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ടാണ് തിരിച്ച് അതെല്ലാം ഒന്ന് ക്ലീനാക്കി അകത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിളക്കും കൂടെ ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കി എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദു സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. അങ്ങനെ ആദു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് നിന്നിട്ട് ബാക്കി പരിപാടിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അകത്തൊക്കെ ഒന്ന് തൂത്തൊന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ആദുവിൻ്റെ സൈക്കിൾ ഔട്ടൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ചായ കുടിക്കാൻ നേരമായി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മഴയും കണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയുടെയും അവിടുത്തെ ജോലികളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആദുവിനെ ഹോംവർക്ക് എഴുതിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ ആദുവിനെ ഹോംവർക്ക് എഴുതിക്കാനായിട്ട് ഇരുത്തിയേ. അങ്ങനെ തൂത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ജസ്റ്റ് ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും ഒന്ന് പുകയ്ക്കും. അതിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നല്ലൊരു സാധനമാണ്. അതിൽ പുകയ്ക്കുന്ന ആ ധൂപ് വാങ്ങിയത് ധന്യന്നാണ്. നല്ല സ്മെല്ലാണ്. ഇത് ഹോംവർക്ക് എല്ലാം എഴുതി ഫിനിഷാക്കിയ ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി അവിടെ കൈകൊട്ടിക്കളിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.